സർക്കാർ ഭരിച്ചാലും ഏറ്റവും കൂടുതൽ വിമർശനമേൽക്കേണ്ടി വരുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും വിമർശനങ്ങൾക്കും മറ്റാക്ഷേപങ്ങൾക്കും വിധേയമാകാറുമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീണ ജോർജ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ചുമതലയേറ്റപ്പോൾ ആരോഗ്യമന്ത്രിയായി കെ. മുരളീധരൻ എത്തി. കെ. മുരളീധരൻ മന്ത്രിയായി എത്തിയതോടെ കിങ്ങിണിക്കുട്ടൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ ഇതാ ഇപ്പോൾ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് UDF സർക്കാർ. വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന സർക്കാർ സമീപനം നമ്മൾ ഈ വേദിയിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. അത് ശരിയായ സമീപനമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിത്, എങ്ങനെയാണ് ഈ ഒരു കിങ്ങിണിക്കുട്ടൻ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിന് വരുന്നത്? അതിന് പിന്നിൽ ഒരു കഥയും. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അയാളെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ആളുകൾ വിളിച്ചുകൂട്ടുന്നത് ഒന്ന് ചുമ്മാ നോക്കുക. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ആണവായ തൊട്ടി ആൾക്കാരെ മൊത്തം കൊന്നെടുക്കേണ്ടി വന്നേനെ. ഈ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് രൂപം അമേരിക്കയിലെ തെരുവുകളിൽ ഉണ്ടാക്കി വെച്ചിട്ട് തൊഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സീരിയസ്ലി അങ്ങനെയൊക്കെയാണ്. ഇതിലെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നു. ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ജനാധിപത്യപരമായി സമീപിക്കണം. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടാണ് അങ്ങനെ പലതും. അത് ആവർത്തിക്കാനല്ല ഇവരെ വോട്ട് ചെയ്ത് ജനം അവിടെ കയറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ മന്ത്രി അറിഞ്ഞിട്ടൊന്നായിരിക്കില്ല, പോലീസുകാരുടെ അത്യുത്സാഹമായിരിക്കാം. പക്ഷേ മന്ത്രി അത്തരം കാര്യത്തിൽ ഇടപെട്ട് അത് ആ കേസ് റദ്ദാക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. 2, ഈ കിങ്ങിണിക്കുട്ടൻ എന്നുള്ളത് ഒരു വ്യക്തിയാധിക്ഷേപമാണോ രാഷ്ട്രീയ പരിഹാസമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിന് വലിയ കഥ എന്താണെന്ന് വെച്ചാൽ, കിങ്ങിണിക്കുട്ടൻ എന്നുള്ളൊരു കഥാപാത്രമാണോ റേഡിയോ നാടകത്തിലെ 94-ലാണോ 95-ലാണോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആകാശവാണിയിലെ നാടകോത്സവത്തിന്റെ ഭാഗമായി കവി എസ് രമേശൻ നേർന്നു, അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ആകാശവാണിയിലെ, അദ്ദേഹം എഴുതിയ നാടകമാണ് ശതാഭിഷേകം. അപ്പോൾ ശതാഭിഷേക നാടകത്തിൽ ഒരു തറവാട്ടിലെ കാരണവർ, ആ കാരണവരുടെ ബുദ്ധി വളർച്ചയെത്താത്ത ഒരു മകൻ. അപ്പോൾ കാരണവർ അധികാര സ്ഥാനം വിട്ടൊഴിയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഈ ബുദ്ധി വളർച്ചയെത്താത്ത മകനെ കാരണവർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുമ്പോൾ കരുണാകരൻ താഴെ ഇറങ്ങണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിൽ തിരുത്തൽവാദികൾ ശക്തമായി കലാപം ഉയർന്നൊരു സമയമാണ്. അപ്പോൾ ഏതോ പത്രങ്ങൾ വാർത്ത ചെയ്തു, ഇത് മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ എന്ന രീതിയിൽ വാർത്ത ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാർ ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തുന്നു. വൻ ബഹളമായി. വലിയ കുറച്ച്, അതായത് ആകെ ഒരു ദിവസം മറ്റാണ് ഈ റേഡിയോ നാടകം ആൾക്കാർ കേട്ടുള്ളൂ. പക്ഷേ റേഡിയോ നാടകം കേട്ടവരെയൊക്കെ കൂടുതൽ അതേ തുടർന്നുണ്ടായ വിവാദം കേൾക്കുകയും അത് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു കാരണം ഇപ്പം നമ്മൾ കാണുന്ന കെ. മുരളീധരൻ അല്ല, 90-കളിലെ മുരളീധരൻ എന്നുകൂടി ആലോചിക്കണം. മുരളീധരനെ പറ്റി അന്നുള്ളൊരു ഇമേജ് ഇന്ന് ഉള്ള ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇമേജ് അല്ല. അച്ഛൻ്റെ തണലിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന് എന്നൊരു നെപ്പോ കിഡ്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു നെപ്പോ കിഡാണ് അന്ന് കെ. മുരളീധരൻ. അങ്ങനെ ഒരു രാഷ്ട്രീയമായ പക്വതയോ പ്രഭാഷണ രീതിയോ സംഘാടന ശൈലിയോ ഒന്നും അദ്ദേഹത്തിനില്ല. പിന്നീടാണ് അദ്ദേഹം അത് തെളിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരത് പരിഹസിക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ പ്രശ്നമുണ്ടാക്കി. ഇദ്ദേഹത്തെ ഈ രമേശൻ നായർ ആൻഡമാനിലേക്ക് സ്ഥലം മാറ്റി ആകാശവാണി. 12 വർഷം അദ്ദേഹത്തിന് സർവീസ് ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നീട് പലപ്പോഴും ഈ കിങ്ങിണിക്കുട്ടൻ എന്ന് മുരളീധരനെ പലരും വിളിച്ചിട്ടുണ്ട്. പിന്നീട് ആ വിളി അങ്ങ് മറന്നുപോയി, ആളുകൾ മറന്നുപോയി. ഒരു ജനറേഷൻ മാറി വന്നല്ലോ, ആ ജനറേഷൻ മാറി ആളുകൾ അത് മറന്നുപോയി. ഇത് വീണ്ടും അദ്ദേഹം മന്ത്രിയായപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ വിളിച്ചപ്പോൾ എന്താണ്? അതിനോട് ജനാധിപത്യപരമായി പെരുമാറാൻ ജനാധിപത്യവാദിയാണെങ്കിൽ കെ. മുരളീധരൻ തയ്യാറാവണം. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നതൊക്കെ മോദിയുടെ ശൈലിയാണ്. മുമ്പ് കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയുടെ ശൈലി അങ്ങനെ തന്നെയായിരുന്നു. എന്തിനാ പറഞ്ഞാൽ അപ്പം ഇന്ത്യ അപ്പോൾ കലാപാഹ്വാനം എന്നുള്ളതൊക്കെ. അതിനുവേണ്ടിയല്ല ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജനങ്ങൾ അധികാരത്തിലെത്തിയത് എന്ന് കെ. മുരളീധരൻ ഓർക്കണം. അപ്പോൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നവരായി UDF സർക്കാർ മാറുകയാണ്. ഈ സർക്കാർ അധികാരം ഏറ്റവും മുതൽ വന്നിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിമർശനത്തിന് സാധുതയുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ FIR-ൽ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ FIR-ന്റെ കോപ്പിയുണ്ട്. ഇതിനകത്ത് പറയുന്നത് എന്താ അറിയോ? ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ അവറുകൾക്ക് മാതൃഭൂമി ചാനലിൽ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖം മാതൃഭൂമി ചാനലിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ CPM പ്രവർത്തകനായ വിപിൻ തോറ്റമ്പുറം എന്നയാൾ 13/6/2026 തീയതി 12 മണിക്ക് കമന്റായി സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സംഘർഷവും ലഹളയും ഉണ്ടാക്കത്തക്ക വിധം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നും മറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കിങ്ങിണിക്കുട്ടൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ്
അത് മറച്ചു വെച്ചിട്ട് ഇവിടെ സംഘർഷവും ലഹളയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ വേടിട്ടതിന്റെ പേരിൽ എന്നും മറ്റും രീതിയാണ് മറ്റും അതങ്ങ് പിന്നെ അങ്ങ് പിടിക്കുവാണല്ലോ. ഇതിട്ടിന്റെ പേരിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവോ? ഞാൻ വിചാരിക്കുന്നില്ല ഇത് മുരളീധരന്റെ അറിവോടെ വന്ന പരാതിയും മുരളീധരൻ പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തതുമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അത്രയ്ക്ക് അല്പനൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തെ പോലെ ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് ഞാൻ സ്വാഭാവികമായും വിചാരിക്കുന്നത്. പോലീസ് കുറച്ചും കൂടി മാറേണ്ടതുണ്ട്. ആരെങ്കിലും പരാതിയായിട്ട് വരുമ്പോൾ അത് ഭരണപക്ഷത്ത് നിന്നാണെങ്കിൽ പിന്നെ എല്ലാ വകുപ്പുകളും ചേർത്ത് കേസെടുക്കാം എന്ന ഒരു നിലപാടും അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് രാഷ്ട്രീയ നേതൃത്വം കൂടി ചിന്തിക്കരുത്. രാഷ്ട്രീയ നേതൃത്വം കണ്ണടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇനിയും ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കേസ് എടുത്തു എന്ന് അറിയുമ്പോൾ തന്നെ ആ മന്ത്രി തന്നെ എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ, അതങ്ങ് പിൻവലിച്ചേക്ക് എന്ന് വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. കാരണം ഇങ്ങനെ വിമർശിച്ചതിന്റെ പേരിൽ കേസെടുത്ത പലതിൻ്റെയും പേരിൽ അന്യായമായി കേസുകൾ എടുത്തതിനെതിരായ ഒരു ജനവിധി കൂടിയാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് എന്ന് കോൺഗ്രസ്സുകാർ കരുതണം. ഈ പരാതി കൊടുത്തിരിക്കുന്നത് മഹാൻ KPCC മെമ്പറാണ് കേട്ടോ. ഈ ഒരു KPCC മെമ്പറുടെ വിശാലത എത്രമാത്രം ഉണ്ട്. ഇത് വേറൊന്നും വിളിച്ചതല്ലല്ലോ. ഇനി അത് അങ്ങേയറ്റം പോയാൽ നിങ്ങൾക്ക് അത് അധിക്ഷേപ വാക്കുകൾ ഒരു മോശം വാക്കായിട്ട് നമുക്ക് തോന്നാനില്ല. അല്ല, ഇനി ഒരു അധിക്ഷേപമായിക്കട്ടെ. ഒരാൾ തീരുമാനിക്കുകയാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അധിക്ഷേപമാണ് എന്നൊരാൾക്ക് തോന്നിയാൽ ഓക്കെ, അധിക്ഷേപമായി അതിന് കേസ് വേണമെങ്കിൽ കോടതി പോകണം, സിവിൽ കേസ് പോകണം. അധിക്ഷേപിച്ചാൽ ഇത് എന്തുവാണ്? ഇതൊക്കെ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവരുടെ പണിയുടെ വില കൂടി കളയുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയായിരിക്കണം, എന്തിനായിരിക്കണം കേസെടുക്കേണ്ടത്, എന്താണ് ഈ ലഹളയുണ്ടാക്കൽ, എന്താണ് ഈ സംഘർഷമുണ്ടാക്കൽ എന്നതിനൊക്കെ ഒരു കോമൺ സെൻസ് പ്രയോഗിക്കണം ഒരു കേസ് എടുക്കുമ്പോൾ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ള ഇത് വായിച്ചിട്ട്. അപ്പോൾ നിഷാദ്, ആഭ്യന്തര വകുപ്പ് നിരാശപ്പെടുത്തി തുടങ്ങുകയാണോ? അല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പരാതി വന്ന പോലീസ് എന്നൊരു പരിപാടിയാണിത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ പരാതി വരുമ്പോൾ പരമാവധി ചാർജ് അങ്ങിടുക. അതായത് തനിക്കെതിരെ ഒരാൾ പരിഹാസവുമായി വന്നിരിക്കുന്ന ആൾക്കെതിരെ തന്റെ പോലീസ് കർക്കശമായ നടപടി എടുക്കുന്നത് പേരിൽ പോലീസ് അങ്ങ് സുഖിപ്പിക്കുകയാണ്. എന്നിട്ട് പോലീസ് വേറെ പണിയെടുക്കും. പോലീസിന്റെ അത് ഈ നാടിന് ആവശ്യമുള്ള വേറെ പരിപാടികളുണ്ടല്ലോ, വെറുപ്പിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുക, ഹേറ്റ് പ്രചരിപ്പിക്കുന്നവരെ തടയുക, ശരിക്കുള്ള പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ജാമ്യമില്ലാ കുറ്റം ചുമത്തേണ്ട ആളുകൾ, നിരന്തരമായിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ, ഹേറ്റ് പ്രചരിപ്പിക്കുന്നവർ, കലാപാഹ്വാനം നടത്തുന്നവർ, അങ്ങനെ ശരിക്കും കലാപാഹ്വാനം നടത്തുന്ന എത്ര ആളുകളെ നാം ഓരോ ദിവസവും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു കേസ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ പോലീസ് ചെയ്യുന്ന പരിപാടി, പോലീസ് ഒരു നമ്പർ ഇട്ട് നോക്കും. എന്താ അറിയാമോ, ഇത്തരം ചെറിയ ചെറിയ കേസുകൾക്ക് അധികാരിയെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ, സുഖിപ്പിക്കുന്ന തരത്തിലുള്ള കേസുകൾ എടുക്കും. അപ്പോൾ അധികാരിക്ക് തോന്നും കൊള്ളാം, ഞാനൊരു വലിയ പുള്ളി, എന്നെ പരിഹസിക്കുന്നവർക്കെതിരെ പോലീസ് കർക്കശ നടപടി എടുക്കുന്നു. അതിന്റെ ഒരു തിളപ്പിൽ അധികാരി നിൽക്കും. പോലീസിന്റെ വേറെ പണി വേറെ വഴിക്കെടുക്കും. അതിന്റെ ദുരന്തം നാം കണ്ടതായിരുന്നു കഴിഞ്ഞ 10 വർഷം. പിണറായി വിജയനെതിരെ ആരെങ്കിലും കരിങ്കടി പൊക്കിയാൽ അപ്പൊ തന്നെ കലാപാഹ്വാനത്തിന് കേസ്, അല്ലെങ്കിൽ UAPA വേറെ എന്തൊക്കെയോ ചുമത്തലുണ്ടല്ലോ, വധശ്രമത്തിന് കേസ്. എല്ലാത്തിനെയും കൂടെ FIR എഴുതുന്നൊരു വാക്കുണ്ട്, കൊല്ലടാവനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് മാരകായുധങ്ങളെന്ന് സംശയിക്കുന്ന സാധനവുമായി ചാടി പോലീസ് എഴുതി വെക്കുന്ന ഒന്നാണ്. കാരണം കൊല്ലടാവനെ എന്നുള്ള ആക്രോശം ഉണ്ടെങ്കിൽ വധശ്രമം ചേർക്കാൻ പറ്റും. അതാണ് മന്ത്രി വീണയുടെ കേസിലെ കണ്ടത്. അപ്പോൾ അധികാരികളെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന കേസുകൾ എടുക്കുകയും മറിച്ച് എടുക്കേണ്ട കേസുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുക, അതായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. കലാപാഹ്വാനം ശരിക്കും നടത്തുന്ന ആളുകൾ, ആയുധ പ്രദർശനം നടത്തുന്ന ആളുകൾ, ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിൽ പോലീസ് തന്നെ നിർദ്ദേശിക്കുന്ന സംഗതികൾ ചില പരിമിതികൾ മറികടന്ന് അപ്പുറത്ത് പോകുന്ന ആളുകൾ. ഇപ്പോൾ ശബരിമലയിലെ വലിയ തിരക്കുണ്ടായ ഒരു വർഷം എന്തെല്ലാം തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യയാകമാനം നടത്തി സംഘപരിവാറിന്റെ ആളുകൾ. പോലീസ് എന്താ ചെയ്തത്? വല്ലതും ചെയ്തോ? ചെയ്തിട്ടില്ല. പോലീസ് ഇവിടെ നടക്കുന്ന ഹേറ്റിനെതിരെ എത്ര കേസെടുക്കുന്ന ഒരു ദിവസം? ഇല്ലല്ലോ. അപ്പോൾ പോലീസിന്റെ ഈ പരിപാടി തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അതോ ഇനി മറ്റേ തന്ത്രമാണെന്ന് അറിയില്ല കേട്ടോ. അതായത് ദിവ്യ ഒരു വിമർശനം നടത്തുന്നു മന്ത്രിക്കെതിരെ, അപ്പോൾ തന്നെ ഒരു കേസ് എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞ് മന്ത്രി തന്നെ പറയുന്നു ആ കേസ് പിൻവലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ മന്ത്രി ആരായി? പിന്നെയും വലിയ അത് കൊള്ളാം, ധീരനായ മന്ത്രി, അല്ലെങ്കിൽ വിശാല മനസ്കനായ മന്ത്രി. ഇനിയിപ്പോൾ അതാണോന്ന് അറിയില്ല. സസ്പെൻഡ് ചെയ്യുക, സസ്പെൻഷൻ പിൻവലിക്കുക, കേസ് എടുക്കുക, കേസ് മുറിപ്പെടുത്തുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 90കളിലെ KSU ലൈനാണത്. ഏത് മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ സ്വീകാര്യത ഉണ്ടാക്കി കൈയടി മേടിക്കാൻ. അതല്ലെങ്കിൽ പോലീസിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. പോലീസ് എടുക്കേണ്ട പണി എടുക്കാതെ നിങ്ങളെ സുഖിപ്പിച്ച് നിൽക്കാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിച്ച ആളാണ് പിണറായി വിജയൻ. വലിയ നേതാവായിരുന്നു. പോലീസിനെ സ്വതന്ത്രമാക്കുകയും പോലീസിന്റെ ഭരണത്തിന്റെ ഒരു പവർ കൊണ്ടു നടക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം പോലീസ് മന്ത്രിയാണെന്ന് അദ്ദേഹം വരുന്നത് കാണുമ്പോൾ അറിയായിരുന്നു അല്ലെ. കറുത്ത 3-4 കാറുകൾ, പിന്നെ അതിന്റെ പുറയിലോടുന്ന വണ്ടി, മുന്നിലോടുന്ന വണ്ടി, ഒരു വലിയ കോൺവോയ് ആണ് വരിക. ആ അധികാരത്തിന്റെ പവർ കാണിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം വീണുപോയത് എത്ര സീറ്റ് കൊണ്ടാണെന്ന് ഓർമ്മ വേണം.
102 സീറ്റായി ഇപ്പുറത്ത്. കാരണം എന്താണ്, ആ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആ കോൺവോയ് ജനത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റുകയായിരുന്നു. അപ്പോൾ പോലീസ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ജനത്തിൽ നിന്നൊരു അധികാരിയെ, ജനത്തിൽ നിന്നൊരു നേതാവിനെ അകറ്റാൻ പറ്റും. കാരണം അങ്ങനെയാണ്. അത് സ്റ്റാലിൻ്റെ മുതലുള്ള കഥ എടുത്ത് വായിച്ചു നോക്കാൻ പറയും. സ്റ്റാലിൻ്റെ മകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്, ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ലാതാക്കിയെന്ന്. എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ കാരണം പോലീസാണ്. ഈ ഏജൻസികൾ, ഇവർ ജനങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ അകലമുണ്ടാക്കും. ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വിമർശനങ്ങളെ അവർ കേസാക്കി മാറ്റും, നിയമപ്രശ്നമാക്കി മാറ്റും. അത് സ്മെല് ചെയ്യാൻ, അത് സെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളും ജനങ്ങളുമായിട്ടുള്ള അകലം ആരംഭിക്കുകയാണ്. അതായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുമായി അദ്ദേഹത്തിന് വലിയ അകലം ഉണ്ടായിരുന്നു. എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് എഴുതി കൊടുക്കുന്നത് വായിക്കും. മനസ്സിലായില്ലേ? പന്തീരാങ്കാവിലെ കേസ് വന്നു, പോലീസ് എഴുതി കൊടുത്തു. ചായ കുടിക്കാൻ പോയതിനല്ല ആ യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് പറഞ്ഞു, അതുപോലെ പറഞ്ഞു. പോലീസ് അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വരുമ്പോഴും പോലീസിന്റെ മനോവീര്യം തകർക്കാമെന്ന് ആരും കരുതണ്ട. ഇതൊരു സർക്കാരിനെ വീഴ്ത്തി കിടന്ന ആറ്റിറ്റ്യൂഡ് ഇഷ്യൂവിന്റെ പേരിലാണ്. അതുകൊണ്ട് കെ മുരളീധരനായാലും വി ഡി സതീശനായാലും മറ്റേത് മന്ത്രിയായാലും ജനങ്ങൾക്ക് വിമർശിക്കാൻ, നല്ല നിശിതമായി വിമർശിക്കാനുള്ള ജനത്തിന്റെ അവകാശത്തിൽ തൊട്ട് കളിക്കരുത്. ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നഗ്നരൂപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞെങ്കിലും മോർഫിംഗ് നടത്തുക, അതൊക്കെ കേസെടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്ത്രീകളായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ അധിക്ഷേപിക്കുക, അതൊക്കെ കേസെടുക്കണം. അല്ലാതെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ഇനി ഒരു അല്പം പരിഹാസമുണ്ടെങ്കിൽ ആ പരിഹാസം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും കൂടി റദ്ദ് ചെയ്യും എന്നാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അൺപോപ്പുലർ ആവാൻ പോവുകയാണ്. നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്. പരമാധികാരം ജനത്തിൻ്റെ കയ്യിലാണെന്നും ഈ 102 സീറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ജനം തന്നിട്ടുള്ളതാണെന്ന് വിചാരിക്കരുത്. വേറൊന്ന്, കാലവും CPM കുറ്റം പറഞ്ഞ് ഇങ്ങനെ കാലം കഴിക്കാമെന്ന് വിചാരിക്കരുത്. CPM കുറ്റം പറയാനുള്ള സീസൺ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. CPM ബന്ധപ്പെട്ട സംഗതി വിവാദങ്ങളൊക്കെ അതിൻ്റെ തോട് പൊട്ടി പുറത്തു വന്ന് അത് അതിൻ്റെതായ ഡാമേജ് ഉണ്ടാക്കി ആ ഘട്ടം അങ്ങ് കഴിയും. ഇനി വിചാരണ ചെയ്യപ്പെടുന്ന ഇനി നിങ്ങളുടെ ദിവസമാണ്. അത് വരുമ്പോൾ പോലീസിനെ വെച്ചിട്ട് ഈ നമ്പർ ഇറക്കാൻ നിന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ്. അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിവേകം നേതാക്കൾക്ക് ഉണ്ടാവട്ടെ, UDF-ന്റെ തന്നെ ഞാൻ പറയാം. യെസ്, അതാണ്. എന്തായാലും കഴിഞ്ഞ LDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരായ ജനവിധി കൂടിയാണ് ഇന്നിപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറാൻ കാരണമായതിൽ ഒന്ന്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പും പോലീസും മുന്നോട്ട് പോകുന്നതെങ്കിൽ 102 സീറ്റ് നൽകി വിജയിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ജനം വിലയിരുത്തും.